വിഷ്ണു സുരേഷ് ആയിരുന്നു. വിഷ്ണു, അതാ പ്രതികളുമായുള്ള പോലീസ് വാഹനം അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. എറണാകുളം വിസിനിറ്റിയിൽ കടന്നിട്ടുണ്ട് വാഹനം. കൊച്ചി ആലുവ കടന്നിരിക്കുന്നു. അപ്പോൾ വിഷ്ണു, ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം എത്ര സമയം തുടരും എന്നാണ് കരുതേണ്ടത്? ഹാഷ്മി, അതൊരു ലോങ് പ്രോസസ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. കാരണം 6 പ്രതികളുണ്ട്. സ്വാഭാവികമായും 6 പ്രതികൾക്കും 6 വ്യത്യസ്തമായ വാദങ്ങൾ ഉന്നയിക്കാനുണ്ടാകും ശിക്ഷയിൽ ഇളവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അതൊരു അല്പം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് പരിഗണിച്ച് ഏതെല്ലാം ശിക്ഷകൾ വേണം, അല്ലെങ്കിൽ ഈ കുറ്റം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനമെടുക്കേണ്ടത് ജഡ്ജാണ്. അത് അവരൊരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമോ അതല്ല എങ്കിൽ അതിനുശേഷം മറ്റൊരു ദിവസം തീരുമാനിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുക. ഈ ജഡ്ജ്മെന്റ് പറയുന്നതിന് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുപോയെന്നറിയില്ല. പക്ഷേ പ്രതിഭാഗം പറയുന്നത് ഇന്ന് തന്നെ ജഡ്ജ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രതിഭാഗം പങ്കുവെക്കുന്നത്. അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പ്രതികളുമായുള്ള പോലീസ് വാഹനം വിയ്യൂരിൽ നിന്ന് കോടതി വളപ്പിലേക്ക് എത്തും. അതിനുശേഷം 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കും. വിശദമായ ഒരു ജഡ്ജ്മെന്റ് ആണെങ്കിൽ പോലും ഓപ്പൺ കോർട്ടിൽ അങ്ങനെ വിശദമായ ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകാൻ സാധ്യതയില്ല. ഓർഡർ പറയുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് നിയമസങ്കീർണതകൾ ഉണ്ടായിരുന്ന ഒരു കേസാണ്. ഈ കോടതിയിൽ നിന്ന് ആരംഭിച്ച് അത് രാഷ്ട്രപതിയുടെ ഓഫീസ് വരെ എത്തിയ ഒരു കേസാണ്. ആ കേസിൽ ഇപ്പോഴും 2 തട്ടിൽ കുറ്റം അല്ലെങ്കിൽ കുറ്റവിമുക്തരാണ് അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്നൊക്കെ കണ്ടെത്തിയതിനു ശേഷവും 2 തട്ടിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരുന്നിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പൊതുബോധത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ വിധി പറയാൻ പോകുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു നടിക്ക് പൂർണ്ണമായും നീതി ലഭിച്ചിട്ടുണ്ടെന്ന്, മറ്റൊരു വിഭാഗം പറഞ്ഞു പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല എന്ന്. അവരാണ് ഇപ്പോൾ സർക്കാരടക്കം അത്തരത്തിലൊരു നിലപാടാണ്. പൂർണ്ണ നീതിയിലേക്ക് എത്തിയിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തലുകൾ കൂടുതൽ ബലപ്പെടുത്തി. ദിലീപിന് നീതി കിട്ടിയെന്ന് പറഞ്ഞ ഒരേ ഒരാൾ മാത്രമുള്ള അടൂർ പ്രകാശ് മാത്രമാണ്. ബാക്കി എല്ലാവരും അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ദിലീപിന് നീതി കിട്ടി എന്ന് പറഞ്ഞത് ദിലീപിന്റെ അഭിഭാഷകൻ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ആകെ പറഞ്ഞ അടൂർ പ്രകാശ് മാത്രമാണ്. അത് തിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ എന്ന് അറിഞ്ഞൂടെ. പോട്ടെ. 1 മുതൽ 6 വരെയുള്ള പ്രതികളായ NS സുനിൽ എന്ന പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കണ്ടെത്തിയത്. കുറ്റക്കാരെ കണ്ടെത്തിയ 6 പ്രതികളെയും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. ജഡ്ജി ഹണിയം വർഗീസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ കുറഞ്ഞത് 20 വർഷമെങ്കിലും കഠിന തടവ് കിട്ടാവുന്ന കുറ്റങ്ങളാണ്. അതിൽ ഇളവ് ആവശ്യപ്പെടുന്ന പ്രതികളുടെ വാദം കോടതി മുഖവിലക്കെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.